മുന്തിരി പുളിക്കുന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അത് അങ്ങനെ കണ്ടാൽ മതി. കാരണം ഈ പറയുന്ന ഇവിടെ കെ വിയിൽ എത്ര 10 സ്ലോട്ടോ എന്തോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കമന്റ് ഉണ്ടായിരുന്നു. ആ പറയുന്നവന്മാരനെ മറ്റേ മണി വെച്ചിട്ട് ഈ പറയുന്ന പ്ലേയേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഇവിടെ കെ വിയിൽ റിക്രൂട്ട് ചെയ്തൊക്കെയാരെ. പക്ഷെ അവന്മാർക്ക് മണി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഇതിലോ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ അത് MRC ഒഴിവാക്കിയിട്ടാണ് കെ വി വന്നുള്ളത്. ഈ പറയുന്ന അവിടെ ഒന്ന് കരഞ്ഞ് ഡയലോഗ് അടിച്ചാൽ മതി, ഈ ഉത്തര പേരെ കയറ്റുന്ന ബിലാലെ ഞാന് രാജുഭായ് കുറുപ്പ് പിന്നെ ടർബോ നോക്കിയ ഞങ്ങളിങ്ങനെ 6 ആൾക്കാർ ഇരിക്കണേക്ക് ഇതേമാതിരി ഖാലിദ് ഇവര് വന്നപ്പം ഇവര് സംസാരിക്കുന്ന POV ആരുടെയും റെക്കോർഡ് ഉണ്ടാവും. ഞാൻ എന്തായാലും റെക്കോർഡ് എടുത്ത് വെച്ചിട്ടില്ല. എന്തായാലും ഇവർ ആരെങ്കിലും റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതില് അവർക്ക് അവിടെ മതി, ഇവിടെ വേണ്ട, അങ്ങനെയല്ല പോണത്. ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? 10 ആൾക്കാർക്ക് സ്ലോട്ട് അവിടെ തരാന്ന് പറഞ്ഞതുകൊണ്ട് പെയിൻ അവിടെ ആയതുകൊണ്ട് ഞങ്ങക്ക് പെയിൻ അവിടെ നമുക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ ഈ മുന്തിരിത്തോട്ടം നമുക്ക് ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ട്. ഞാൻ അങ്ങനെ റെക്കോർഡൊന്നും വെച്ച് പ്ലേ ചെയ്താണ്ട് എനിക്കിത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആളല്ല. ആക്ച്വലി ഞാൻ ചെയ്യാറുമില്ല. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് ആരുടെ ഒന്ന് ചോദിച്ചു നോക്കിട്ടാ. അത് ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്ന് പറയണ ഒരു 10 ആൾക്കാർ അങ്ങോട്ട് പോയല്ലോ, അതിലൊരാൾ വന്ന് പറഞ്ഞത് തന്നെയാണ്. എനിവേ അവര് കളിക്കട്ടെ, നമുക്കത് വിഷയമില്ല. നമുക്കത് നമ്മൾ ചോദിച്ചു, എന്താ പറയാ, അത് നമ്മൾ ചോദിച്ചതല്ല കേട്ടോ. അത് ആക്ച്വലി അത് ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് പറയാം. അത് ഓഫ് സ്ട്രീമിൽ നമുക്ക് വന്നതാണ് ഇങ്ങോട്ട്. കാരണം ദാമു ഇതേമാതിരി കുറുപ്പിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ദാമും ഓക്സിയും കൂടെ അതിന്റെ സ്ക്രീൻഷോട്ട് ഇനി ആണെന്നുണ്ടെങ്കിൽ അതും കാണിക്കുക, അവർക്ക് ഇവിടെ കയറാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അഥവാ അങ്ങോട്ട് പോയ പ്ലേയേഴ്സ് ആണേ, ഒരു 8 പ്ലേയേഴ്സിന്റെ അല്ലട്ടാ. അതൊന്നും അല്ലട്ടാ നമ്മൾ പറയണത്. നമ്മളെ പ്ലേയേഴ്സിനൊന്നല്ല പറയണത്. ഞാന് ഇതിന്റെ കാര്യമാണ് പറയണത്. അതായത് ഈ സാധനത്തിന്റെ ആണ് പറയണത്. ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട്, ഒരു 8 ആൾക്കാർക്ക് ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞപ്പം 8 സ്ലോട്ട് നമുക്ക് കൊടുക്കാൻ കഴിയൂല. ഞാനൊരു 4 സ്ലോട്ടൊക്കെ വേണമെങ്കിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് പെയിനൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ, മനസ്സിലായില്ലേ? അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്ലോട്ട് റെഡിയാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അത് വിട്. അത് എനിക്ക് അതിലൊന്നും കൂടുതൽ കമന്റ്സ് ഇല്ല. അതൊന്നും ക്രെഡിറ്റ് ആയിട്ട് പറയില്ല. ഇനി അതിന്റെയൊക്കെ പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ പ്രൂഫ് വേണോ? പ്രൂഫ് തരാം, പ്രൂഫുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷെ കൺഫേം ആയിട്ട് ആരെങ്കിലും ഒരാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. മാലിക് ഇല്ലായിരുന്നടാ? മാലിക്കേ പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് തലയിട്ടിട്ട് ഞാൻ പോയി. പോയി ഇല്ലായിരുന്നു. ദാമു PP2 ദാമു PP2 MRC ഒന്നല്ല കൈസ. അതൊന്നല്ല. ദാമു സജസ്റ്റ് ചെയ്തു, മനസ്സിലായ ഇവരെ. അല്ല ദാമു MRC ദാമു ലിറ്ററലി കളിയൊക്കെ നിർത്തി അങ്ങനെ പോയതാ കൈസ്. കുറുപ്പിതാ. ഓഹോ, കുറുപ്പയുടെ കുറുപ്പണ്ണനാണല്ലോ വന്നത്. കുറുപ്പേ, ഹലോ, ഇതിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? എന്തിനെ പറ്റിയായിരുന്നു? എന്താ അതിന്റെ സ്ക്രീൻ ഷെയർ ഒന്ന് നോക്കിയാണ്. ഇതിനൊക്കെ എന്തൊക്കെ പറയുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിലും അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. മറ്റേ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അത് അങ്ങനെ കണ്ടാൽ മതി. കാരണം ഈ പറയുന്ന ഇവിടെ കെ വിയിൽ എത്ര 10 സ്ലോട്ടോ എന്തോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കമന്റ് ഉണ്ടായിരുന്നു. ആ പറയുന്നവന്മാരനെ മറ്റേ മണി വെച്ചിട്ട് ഈ പറയുന്ന പ്ലേയേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഇവിടെ കെ വിയിൽ റിക്രൂട്ട് ചെയ്തൊക്കെയാരെ. പക്ഷെ അവന്മാർക്ക് മണി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഇതിലോ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ അത് MRC ഒഴിവാക്കിയിട്ടാണ് കെ വി. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മളെ വലിയൊരു ഓഡിയൻസ് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. അതൊക്കെ അവരോട് നമ്മൾ പറഞ്ഞതാ. നിങ്ങൾക്ക് കറണ്ട്ലി KV കളിക്കുന്നതിനേക്കാട്ടിലും നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് MRCയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാ. അല്ലാതെ
അങ്ങനെ ഒരു 2 ലക്ഷം വരണോ അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു രീതിക്ക് അല്ല അവർക്ക് ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചത് ഈ പ്ലെയേഴ്സിനെ നമ്മള് ഫസ്റ്റ് എന്റെ സൈഡിൽ നിന്നാണ് എനിക്ക് പരിചയമുള്ളടുത്ത് ആൾക്കാരടുത്ത് ചോദിക്കുന്നത് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന്. ഉം. അപ്പം അവരാണ് നമുക്ക് ലിസ്റ്റ് അയച്ചു തന്നത്. ഇങ്ങനെ ഇത്രയും പ്ലെയേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഇവിടെ കയറാനൊക്കെയാണ്, നമ്മളിവിടെ കയറാൻ താല്പര്യം ഉണ്ടെന്ന് അവര് പറഞ്ഞിരുന്നിട്ട് മാറിയത്. കേട്ടല്ലോ കേട്ടോ. അപ്പം ഒന്നുമില്ല. അതില് അവർക്ക് മാറിയതിന്റെ കാരണം വെച്ചാൽ അവിടെ ഒരു പുള്ളി ഓൾറെഡി അവിടെ കയറിപ്പോയി. പെയിൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ കയറിയോണ്ട് അവർക്ക് അതിന്റെ കമ്മിറ്റ്മെന്റ് കൊണ്ട് അവിടെ കൂടെ കയറുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന പെയിന് KV കയറുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് സ്ലോട്ട് ചോദിച്ചതല്ലേ? പെയിന്റെ കാര്യം സ്പീഡോ ആ ആരോ പറഞ്ഞായിരുന്നു. അത് അതൊക്കെ നമ്മളിപ്പോ ഇവിടെ അല്ല സംസാരിക്കുന്ന എന്തിനാണ്? അല്ല ഞാൻ ഇതിപ്പോ പറയണെന്ന് വെച്ചാൽ അവർക്ക് എന്താണോ അതങ്ങനൊന്നല്ല. പറയാലോ. അതൊന്നല്ല, പെയിന് ഇവിടെ കയറുമായിരുന്നു ആക്ച്വലി. പെയിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, അത് ഇന്റെ അടുത്ത് ഇതേമാതിരി കുറിപ്പ് വന്ന് ചോദിച്ചതോ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു പെയിന്റെ റിക്രൂട്ടിന്. പക്ഷെ അപ്പൊ ഷെയ്ഖ് അത് ഈ പറഞ്ഞ പറഞ്ഞത് രാജുഭായിന്റെ ഒരു റീസെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ ഗൈസ്, മറ്റേ എന്താ പറയാ ഇൻഡെഫിനിറ്റ് ബാനിന്റെ. ആ ഇൻഡെഫിനിറ്റ് ബാനിന്റെ കേസിൽ രാജുഭായിക്ക് ഇഷ്യൂ ഉള്ള ഒരാളാണ് പെയിൻ എന്നായിരുന്നു എന്റെ മൈൻഡിൽ. കാരണം പെയിനിന്റെ പേര് ആണെന്നാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി രാജുഭായിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇനി കൊണ്ടുവരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അന്നേ കുറിപ്പിനോട് പറഞ്ഞു, വെറുതെ ഞാൻ അതൊന്നും കൊണ്ടുവരണ്ട, അങ്ങനത്തെ റിക്രൂട്ട്മെന്റ് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ പെയിൻ അതിന് ശേഷമാണ് ഇവിടെ പോയിരുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാ. ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ കളിക്കുമായിരുന്നു. ഈ പറയുന്ന അവിടെ ഒന്ന് കരഞ്ഞ് ഡയലോഗ് അടിച്ചത് മാതിരി ഈ ഇത്ര പേരെ കയറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ KV കയ്യിലുണ്ടെങ്കിൽ മേ ബി അവര് ചിലപ്പോ അവിടെ ഇത് കാണിച്ചിട്ട് മേ ബി അവിടെ കയറേണ്ടവരാണ്. പക്ഷെ അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് ഉണ്ടാവും ആ ഒരു കയറ്റിയതിന്. അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി. താല്പര്യമില്ലാത്തതിന്റെ അല്ല ഫ്രസ്ട്രേഷൻ ശരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് ഒരു കഴിഞ്ഞാൽ കാര്യം ഇവര് ചെയ്യാം പോയി കുറുപ്പേ, കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്ലേയേഴ്സ് ഉണ്ട് കുറുപ്പേ അപ്പുറത്ത്. കുറുപ്പേ നമ്മുടെ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 10 സ്ലോട്ട് വെച്ച് തുറന്നു കൊടുക്കാം. അതായിരിക്കും ബെസ്റ്റ്. ഞാൻ ഇന്നും ഒരു സ്റ്റോറി കണ്ടു. ഇന്നും ഞാൻ ഇപ്പോ ഇതിന്റെ അകത്ത് കുറെ പേർക്ക് ഇപ്പം ഇന്ന് ഈവനിങ് റാംബോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, കുറെ പേർക്ക് ഇതിന്റെ അകത്ത് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കയറാത്തത്, ഇങ്ങോട്ട് കയറ്റാൻ താല്പര്യമില്ലാത്തതും. അത് റാംബോക്കും എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടായതുകൊണ്ട് ഇവരെ കാര്യങ്ങൾ നമുക്ക് ഇവരെ ഒപ്പീനിയനും കൂടി നോക്കാണ്ടായതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ് എടുത്തത്. അതേപോലെ തന്നെയാണ് കോട്ടന്റെ കേസും. അതേപോലെ രാജുഭായിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് പെയിന് പക്ഷെ ഇല്ല, പെയിനായിട്ട് രാജുഭായിക്ക് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് പിന്നീടാണ് അറിയണത്. പെയിനൊക്കെ അവിടെ കയറി പോയതിനു ശേഷം അത് നമ്മൾ താല്പര്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വിട്ടതാ. അത് ചോദിച്ചില്ല, അത് മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ. അത് ഒരു വട്ടം എൻക്വയറി വന്നു, നമ്മളത് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കി, അത് അത്ര പോയി. അങ്ങനെ ഇതൊന്നും ഇല്ല കാഴ്ച. അവർ കളിക്കട്ടെ, അവർ KVL നന്നായി കളിക്കട്ടെ. അവർക്ക് 10 പേർക്കും ഒരുമിച്ച് കളിക്കാൻ അല്ലെങ്കിലും അവർ T47 അത്രയും കാലം ഒരുമിച്ച് കളിച്ച ഒരു 10 പേർക്ക് KVL അതേപോലെ ഒരുമിച്ച് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പോട്ടെ. അതിലിപ്പോ നമുക്ക് എന്ത്, നമുക്ക് അതിൽ ബാഡ് ഒന്നുമില്ല കാഴ്ച. അല്ലെങ്കിൽ അല്ല നമ്മൾ ആക്ച്വലി ഇവിടെ ആയിരുന്നെങ്കിലും ശരിക്കും 10 പേരെ നോക്കിയിട്ടില്ലല്ലോ. നമ്മൾ അതിന്റെ 5 പേരുടെ ഒരു ഇതാണ് നിന്നത്. ലാസ്റ്റ് നമ്മൾ 4 പേർക്ക് സ്ലോട്ട് തരാമെന്നാ പറഞ്ഞത്.